John is an engineer. He got a job recently in a very reputed company. Since he started his job, he has been burning the candle at both ends. Hello guys, പറഞ്ഞ സെൻറ്റൻസുകളിൽ ജോണിനെ കുറിച്ചുള്ള സെൻറ്റൻസുകൾ കേട്ടല്ലേ? അതിലൊരു സെൻറ്റൻസ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ജോൺ ഹാസ് ബീൻ ബേണിംഗ് ദി കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. അങ്ങനെ പറഞ്ഞാൽ എന്തായിരിക്കും? കാൻഡിൽ എന്നുള്ള വേർഡൊക്കെ ഇത് കാണുന്നുണ്ട്. നമ്മളൊരു കാൻഡിലിൻ്റെ ഒരു മെഴുകുതിരിയുടെ അതിന് ഒരു അറ്റമല്ലേ ഉണ്ടാവാം, അതിൽ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കത്തിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ സാധാരണ ലൈറ്റിന് വേണ്ടി യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ ആ മെഴുകുതിരിയുടെ രണ്ട് സൈഡിൽ ഒരേ സമയം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവുക? മെഴുകുതിരി പെട്ടെന്ന് നശിച്ചു പോകും, പെട്ടെന്ന് തീർന്നു പോകും. സോ ഇതാണ് ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് വരുന്നത്. അപ്പോൾ എന്താണ് അതിൻ്റെ മീനിങ് നോക്കാം. സോ ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ, നമ്മൾ സാധാരണ വർക്ക് ചെയ്യുന്ന ആളുകളാണ്, പഠിക്കുന്ന ആളുകളുണ്ടാവും, ജോലി ചെയ്യുന്ന ആളുകളുണ്ടാവും. നമ്മൾ ജോലി ചെയ്യുന്ന സമയം എങ്ങനെ വരുന്നത്? രാവിലെ ഒരു 9 ഒരു 10 o'clock സ്റ്റാർട്ട് ചെയ്ത് ഒരു 5, 6 മാക്സിമം ഒരു 7 or 8 o'clock ഇത്രയാണ് വരുന്നത്. ബട്ട് ഇമാജിൻ ഒരാൾ രാത്രി വൈകി ഒരു 12, 1 മണി വരെ വർക്ക് ചെയ്ത് അതിരാവിലെ ഒരു 4 മണി 5 മണിക്ക് വീണ്ടും എണീറ്റ് വീണ്ടും ജോലിക്ക് പോകുകയാണെങ്കിൽ അയാൾക്ക് എത്ര മണിക്കൂറായിരിക്കും ഉറങ്ങാൻ സമയം കിട്ടേണ്ടത്? വളരെ ടയർഡായിരിക്കും അല്ലേ? സോ അയാളുടെ ലൈഫിനെയും അയാളുടെ ഹെൽത്തിനെയും എല്ലാം വളരെ നെഗറ്റീവായിട്ടത് ബാധിക്കും. സോ ഇങ്ങനെ നമ്മൾ സാധാരണ മലയാളത്തിൽ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾ എന്താ വിളിക്കാറില്ലേ? അവൻ ചത്തു പണിയെടുക്കുകയാണ്, അവൻ മരിച്ച് പണിയെടുക്കുകയാണെന്നൊക്കെ പറയും. സോ ഇങ്ങനെ വളരെ ബേൺ ഔട്ടായി വളരെ ഹാർഡായിട്ട് ഫിസിക്കൽ സ്ട്രെയിനോട് കൂടി വർക്ക് ചെയ്യുന്ന ആ ഒരു കോണ്ടെക്സ്റ്റിനെയാണ് നമ്മൾ ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ അങ്ങനെ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എങ്ങനെ പറയാം? ഐ എം ബേണിംഗ് ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ഐ നീഡ് ടു ടേക്ക് എ ബ്രേക്ക്. നമ്മളൊരു ഫ്രണ്ടിനെ നമ്മൾ സജസ്റ്റ് ചെയ്യണം. യു നീഡ് ടു ടേക്ക് എ ബ്രേക്ക് മാൻ, യുവ് ബീൻ ബേണിംഗ് ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. ഒരു ലേഡി ആണെങ്കിലോ യു ക്യാൻ സേ യു നീഡ് ടു ടേക്ക് എ ബ്രേക്ക്, ഷീ നീഡ്സ് ടു ടേക്ക് എ ബ്രേക്ക്. ഇങ്ങനെയൊക്കെ നമുക്ക് ഈ സ്ട്രക്ചർ യൂസ് ചെയ്യാം. സോ ബേൺ ദ കാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ്. I hope you understood the meaning and hope you're having a good day. Thank you for watching. Speak Easy English Academy, the #1 English training center in India.